റൈസിംഗ് ഡാമ്പ്നെസ് എന്നേക്കുമായി പെർമനന്റ് ആയി നമുക്ക് എങ്ങനെ പരിഹരിക്കാം? റൈസിംഗ് ഡാമ്പ്നെസിനുള്ള കാരണങ്ങളെ കുറിച്ച് അറിയാത്തവർ നമ്മുടെ മുൻപത്തെ വീഡിയോ കാണുമല്ലോ. സൊല്യൂഷൻസിന് നമുക്ക് 3 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തേത് ചുമരിന്റെ താഴ്ഭാഗത്ത് ജലാംശം വന്നു ചേരുന്നതിന് കാരണമായ സ്രോതസ്സുകളെ ഇല്ലാതാക്കണം. രണ്ടാമത്തേത് ചുമരിലേക്ക് ഇഞ്ചക്ഷൻ ചെയ്ത് DPC പോലുള്ള ഇംപെർമിയബിൾ ആയുള്ള ഒരു ലെയർ ഉണ്ടാക്കണം. മൂന്നാമത്തേത് പുറകിൽ നിന്നുമുള്ള ജലാംശം പെയിന്റിന് കേടുപാടുകൾ വരുത്താതെ ഇരിക്കാനുള്ള ശരിയായ വാട്ടർ പ്രൂഫിംഗ് കോട്ടിംഗ് തന്നെ ചെയ്യണം. വിശദമായി പറയാം. ആദ്യം നമ്മൾ ചുമരിനടിയിലേക്ക് വെള്ളം എത്തിച്ചേരുന്നതിനുള്ള കാരണങ്ങളെ ഇല്ലാതാക്കുകയാണ് വേണ്ടത്. അത് നമുക്ക് എപ്പോഴും പറ്റിയെന്ന് വരില്ല. ബാത്റൂം, റൂഫ്, ക്രാക്സ്, സൺഷെയ്ഡ്, ഓവർഹെഡ് വാട്ടർ ടാങ്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുമുള്ള ലീക്കേജുകളാണ് ചുമരിലെ റൈസിംഗ് ഡാമ്പ്നെസിന് കാരണമായതെങ്കിൽ നമുക്ക് ഇത്തരം ഉറവിടങ്ങളെ, സ്രോതസ്സുകളെ എല്ലാം വാട്ടർ പ്രൂഫിങ്ങിലൂടെ ഇല്ലാതാക്കാം. പക്ഷെ ബെൽറ്റ് ഇല്ലാത്ത പഴയ വീടുകൾ പോലെയുള്ള കേസുകളിൽ നമുക്കിത് സാധ്യമാവുകയില്ല. അവിടെയാണ് രണ്ടാമത്തെ ഘട്ടമായ ഡ്രിൽ ചെയ്ത് അടുത്തടുത്തായി ഹോൾ ഉണ്ടാക്കി ആ ഹോളിലേക്ക് സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള സിലൈൻ സൊല്യൂഷൻ ഇഞ്ചക്ട് ചെയ്ത് DPCക്ക് സമാനമായൊരു വെള്ളം കടത്തിവിടാത്ത ഇംപെർമിയബിൾ ലെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ശേഷം ചുമരിലെ പ്ലാസ്റ്ററിന് കേടുപാടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ SBR പോലുള്ള അഡ്മിക്സർ ചേർത്തിട്ട് പാച്ചപ്പ് ചെയ്യണം. അടുത്ത പ്രശ്നം വരുന്നത് പെയിന്റിന്റെ കാര്യത്തിലാണ്. ഓൾറെഡി ചുമരിൽ അഫക്റ്റഡ് ആയിട്ടുള്ള നനവിൽ നിന്നും പെയിന്റിന് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതിനായി നെഗറ്റീവ് സൈഡ് വാട്ടർ പ്രൂഫിംഗ് കപ്പാസിറ്റി ഉള്ള വാട്ടർ പ്രൂഫിംഗ് കോട്ടിംഗ് തന്നെ ചെയ്യണം. ഇതെല്ലാം ചെയ്തതിനു ശേഷം പെയിന്റ് അടിച്ചാൽ പിന്നെ ബൈ റൈസിംഗ് ഡാമ്പ്നെസ്.